ഒരു കാൻഡിഡേറ്റ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആള് 4ാം തവണ IG1 എക്സാം എഴുതി ഫെയിലായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അടുത്ത എക്സാം എഴുതുന്നത് 5ാം തവണയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. വേറെയും കാൻഡിഡേറ്റ്സ് ഉണ്ട് 2ാം തവണയും 3ാം തവണയൊക്കെ എക്സാം എഴുതുന്നത്. ഈ റീസിറ്റ് അല്ലെങ്കിൽ വീണ്ടും എക്സാം എഴുതുന്ന ആളുകളോട് എനിക്ക് ഒരു കഥ പറയാൻ തോന്നും, അല്ലെങ്കിൽ ഒരു ഉപമ പറയാൻ. വേറൊന്നുമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പഴയ കാൻഡിഡേറ്റ്സിനോടൊക്കെ പറഞ്ഞ കഥയാണ്. നമ്മളൊരു മരം മുറിക്കുന്ന സമയത്ത് നമുക്ക് അനുവദിച്ച സമയം ഒരു 10 ദിവസമാണ് ഒരു വലിയ മരം മുറിക്കാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ 1ാം ദിവസം മുതൽ തന്നെ നമ്മളെ കയ്യിലുള്ള മഴ ഉപയോഗിച്ച് മരം മുറിക്കാൻ തുടങ്ങരുത്. പകരം ഒരു 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ മഴ മൂർച്ച കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കണം. ബാക്കി 3 ദിവസം നമ്മൾ മരം മുറിക്കാൻ ഉപയോഗിച്ചാൽ മതി, മരം വീണോളും. അതേസമയം മഴ മൂർച്ചയില്ലാത്ത കാലത്തോളം നമ്മൾ എത്ര 10 അല്ല 20 ദിവസം മരം മുറിച്ചാലും ഒരു വിഷയം മരം വീഴില്ല. എന്നുപോലെയാണ് നബോഷ് IG1 എക്സാമിനേഷൻ്റെ അവസ്ഥ. ഈ IG1 എങ്ങനെ ഹാക്ക് ചെയ്യണം, അല്ലെങ്കിൽ IG1 എങ്ങനെ എക്സാം അപ്രോച്ച് ചെയ്യണം എന്ന് അറിയാത്ത കാലത്തോളം നിങ്ങൾ എത്ര എക്സാം എഴുതിയാലും നിങ്ങൾ ഫെയിലാവും. കാൻഡിഡേറ്റ്സിനൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണ് പലപ്പോഴും ഇവരെ അബദ്ധത്തിൽ ചാടിക്കുന്നത്. ഈ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കണം എന്ന് ചോദിച്ചാൽ, ഈ നബോഷിൻ്റെ എക്സാമിൻ്റെ രീതികളെ കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ള, ഇവരെന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 4 വട്ടം എഴുതി ഫെയിലായ ആൾ, ഒരിക്കലും അയാൾക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോളജ് ഇല്ലാത്തതിൻ്റെ പേരിലല്ല ഫെയിലായത്. അയാൾക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് കാലം നോളജ് ഉള്ള ആളാണ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു പക്ഷേ, അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രിയിൽ സേഫ്റ്റി മാനേജ് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അയാൾ എന്താ IG1 എക്സാം എഴുതുമ്പോൾ ഫെയിലായി പോകുന്നതെന്ന് ചോദിച്ചാൽ, അയാൾ കഴിവില്ലാത്ത ആൾ ആയതുകൊണ്ടല്ല, പകരം നബോഷ് IG1 രീതിയിൽ എന്തായിട്ടില്ല, അയാൾ എക്സാമിന് അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവരുടെ ഒരുപാട് റിക്വയർമെൻറ്റ്സുകളുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. പലപ്പോഴും അതിനൊന്നും വലിയ ലോജിക്ക് ഉണ്ടാവില്ല, സത്യം ടു ബി ഓണസ്റ്റ്. പല കാര്യത്തിനും ലോജിക്കൊന്നുമില്ല. പക്ഷെ നമ്മളത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണം, നമുക്ക് IGC സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് നസീഖ്, ഞാനൊരു സേഫ്റ്റി ട്രെയിനറാണ്, ഫ്രീലാൻസ് നബോഷ് ട്രെയിനറാണ്. നിങ്ങൾ ഓൾറെഡി വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് രജിസ്ട്രേഷൻ എടുത്തൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നബോഷ് IGC എക്സാമിനേഷൻ്റെ ടിപ്സും ഹാക്സും ഒരുപാട് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇടാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് റിസോഴ്സ് കിട്ടും. നിങ്ങളുടെ എക്സാം നാളെയാണെങ്കിൽ പോലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ എക്സാം ഇന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് റിസോഴ്സ് എനിക്ക് തരാൻ സാധിക്കും നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ. അപ്പോൾ IGCയിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് ആൻഡ് ഹാക്സ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളിൽ നിന്ന് IG1 എക്സാമിനർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ IG1 IGCയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ IGCയുടെ ഒരു മോട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, IGCയുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നബോഷിൻ്റെ എയിം IGC കൊണ്ട്. അപ്പോൾ അതിന് നിങ്ങളൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽ ആവാൻ നിങ്ങൾ എന്തൊക്കെ വർക്ക് പ്ലേസിൽ പോയിട്ട് ചെയ്തിരിക്കണം, അതൊക്കെ നിങ്ങളെ അറിയിച്ചു തരും ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി. അപ്പോൾ ഈ IG1 ആണ് നിങ്ങൾക്ക് അറിയാനുള്ള പ്രിൻസിപ്പിൾസ്. നിങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ അറിഞ്ഞിരിക്കേണ്ട മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ, ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് IG1 ആണ്.
അപ്പോൾ ഈ IG1ഉം IG2 ആണ് നിങ്ങളൊരു വർക്ക് പ്ലേസിൽ പോയിട്ട് എങ്ങനെയാണ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്നത്. ഇത് രണ്ടും നിങ്ങൾ പാസ്സാകുമ്പോൾ IGC സർട്ടിഫൈഡ് ആകും നിങ്ങൾ. ഈ IG1 4 എലമെൻറ്റുകളാക്കി വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഈ 4 എലമെൻറ്റുകളിൽ അണ്ടറിൽ ഒരുപാട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകൾ വേറെ ഉണ്ട്. ഈ ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൻ്റെ വെളിച്ചത്തു നിന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. കാൻഡിഡേറ്റ്സിന് സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനായിട്ട് തോന്നും, എന്നിട്ട് അതിനായിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് AI ടൂളുകളൊക്കെ ഉണ്ടാകും. പിന്നെ വേറെ ഒരുപാട് റിസോഴ്സ് ഉണ്ട്, പല സ്ഥലത്തു നിന്നുള്ള റിസോഴ്സ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനങ്ങോട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉത്തരങ്ങളൊക്കെ ശരിയാവും, തെറ്റാണെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മാർക്ക് കിട്ടണമെന്നില്ല, ശരിയായതിനെല്ലാം മാർക്ക് കിട്ടണമെന്നില്ല. മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതേണ്ടത്. ഇപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ പഠിക്കുന്ന ചില ടെർമിനോളജീസുകളുണ്ട്. ആ ടെർമിനോളജീസുകളൊക്കെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനർ മാർക്ക് തരും. ഞാൻ ഇവർ ചെയ്യുന്ന മാർക്കിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. എന്തായാലും 4 എലമെൻറ്റുകൾ IG1 നിങ്ങൾ പഠിച്ച് അത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് IG1 എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും, പാസ്സാക്കാൻ പറ്റും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ, അതായത് ജനുവരി 2024 വരെയുള്ള എക്സാം ഓഗസ്റ്റ് 2020 ആദ്യത്തെ ഓപ്പൺ ബുക്ക് എക്സാം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് മന്ത് വരെയുള്ള എക്സാം 33 എക്സാം നടന്നിട്ടുണ്ട്. ഈ 33 എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു ആവറേജ് 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, കാര്യം ചില ടാസ്ക് 7 ടാസ്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് സബ് ടാസ്കുകൾ വേറെ ഉണ്ടാവും. ഞാനൊരു ആവറേജ് പറയാം. 33 എക്സാമിൽ ഓരോ എക്സാമിനും 10 ടാസ്ക് ആവറേജ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 330 ക്വസ്റ്റ്യൻസ് ഓൾറെഡി എന്തായിട്ടുണ്ട്, നബോഷ് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 4 എലമെൻറ്റിൽ നിങ്ങൾക്ക് 17 ലേണിംഗ് ഒബ്ജക്റ്റീവ്സാണ് പഠിക്കാനുള്ളത്. ഈ 17 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള മാക്സിമം ചോദ്യങ്ങൾ ഇതിനോടകം ചോദിച്ചു കഴിഞ്ഞു. 330 ചോദ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊരു ചോദ്യം ഉണ്ടാക്കാൻ കഴിയൂല. അവിടെയാണ് നമ്മൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അതായത് ഈ 330 തന്നെ പലതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു 60 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ മാക്സിമം പോയ 70 ക്വസ്റ്റ്യൻ, അതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ ഇല്ല. അതായത് 70 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ സ്കെൽട്ടൺ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായാൽ, ആൻസർ സ്കെൽട്ടൺ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവിടുന്ന് സിനാരിയോ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു കോർ ഐഡിയ ഉണ്ടാവുമല്ലോ, അത് സെയിമാണ്. ഈ 70 ക്വസ്റ്റ്യൻസ് അപ്പുറത്തേക്ക് പിന്നെന്തില്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. ഈ 70 അല്ലെങ്കിൽ 60 to 70 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവിൽ എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അതേസമയം പബ്ലിക്കിൽ എന്തായില്ല, ഞാനത് പബ്ലിക്കലി അവൈലബിൾ ആക്കിയിട്ട് അത് വെക്കില്ല. നിങ്ങൾ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏതായാലും എൻ്റെ കാര്യം ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ 70 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് കട്ടൊക്കെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടും. 90 ഞാൻ ഇന്ന് കുറച്ച് കൂട്ടി പറഞ്ഞ ഒരു 75% എന്തായാലും കിട്ടും. അതായത് ഡിസ്റ്റിങ്ഷൻ സ്കോർ എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. 75 പ്ലസ്സോ കിട്ടിയാലാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടുക. 45 അതിന് മുകളിലോ ഉണ്ടെങ്കിൽ പാസ് മാർക്ക് കിട്ടും. 65 മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോറാണ്. അതേസമയം നബോഷ് സർട്ടിഫൈഡ് ആവുക എന്നുള്ളതിലാണ് കാര്യം. 45 കിട്ടിയാലും 100 കിട്ടിയാലും ഒരുപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ ആണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഈ ഭാഗത്ത് വിത്ത് ക്രെഡിറ്റ് എന്നുണ്ടാവും. അതേസമയം ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ ഈ ചെറിയൊരു ഭാഗത്ത് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നുണ്ടാവും. അത്രേ വ്യത്യാസമേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ആദ്യം കുറച്ച് ഇൻഫർമേഷനൊക്കെ തന്നിട്ട് ഒരു സിനാരിയോ തന്നു, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ തരും. ആൻസറിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇങ്ങനെയാണ്, ആദ്യം ഡീറ്റെയിൽസ് തരും, പിന്നെ ആൻസർ എഴുതാനുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഞാനത് കൂടുതൽ സമയം കാണിക്കുന്നില്ല, യൂട്യൂബിൽ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് മാറ്റിയത്. ഇനി നിങ്ങൾ IG1 കാൻഡിഡേറ്റ്സിനോട് എനിക്ക് പറയാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം. ഒന്ന്, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ കവർ ടു കവർ വായിക്കുക. നിങ്ങളുടെ ഒഫീഷ്യൽ IG1 സ്റ്റഡി മെറ്റീരിയൽ ഏതാണോ അത് നിങ്ങൾ കവർ ടു കവർ വായിക്കണം.
ഇനിയിപ്പോൾ കവർ വായിക്കാനൊന്നും സമയമില്ലാത്തൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, 17 ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകളാണ് IG1 പഠിക്കാനുള്ളത്. ഈ 17 ലേണിംഗ് ഒബ്ജക്റ്റീവ് നിങ്ങൾ കട്ടക്ക് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് തമ്മിലുള്ളൊരു റിലേഷൻ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ 3.1 മൂന്നാമത്തെ എലമെൻറ്റിലെ ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവാണ് 3.1. അപ്പോൾ അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചറിനെ കുറിച്ചൊക്കെ, കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതും 3.2ഉം, അതായത് എങ്ങനെയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതാണ് 3.2ൽ പറയുന്നത്. സോ അപ്പോൾ 3.1ഉം 3.2ഉം തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണക്റ്റ് ആയിട്ടുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങളുടെ IG1 ആൻസർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ആൻസർ, അതായത് പല കോണിൽ നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സഹായിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, എക്സാം ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ നടത്താം. എന്താ ഈ എക്സാം ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ നടന്ന എക്സാമിനേഷൻ ഞാൻ എൻ്റെ കാൻഡിഡേറ്റ്സിനോട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു 5 റീസെൻ്റായിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഐഡിയൽ ആൻസറും കണ്ട ഒരാളാണെങ്കിൽ മിനിമം 5 ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ തന്നെ 5 ഐഡിയൽ ആൻസറും. നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ 5 റീസെൻറ്റ് ക്വസ്റ്റ്യൻസും സിനാരിയോ നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ, ഓക്കെ, ഞാൻ പറയുന്നു ഈ 5 എണ്ണത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരു മോർ ദാൻ 60% ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ എക്സാമിനർക്ക് കിട്ടേണ്ട ഒരു ഡെവലപ്മെൻറ്റ് ആൻസറിൽ ചില കാൻഡിഡേറ്റ്സ് ആ ഡെവലപ്മെൻറ്റ് എഴുതുന്നതിൽ മോശമാണ്. മോശം മീൻസ് ചില ആൾക്കാർ ആവശ്യമില്ലാതെ കുറേ എക്സ്പ്ലനേഷൻ കൊടുക്കും, അതിൻ്റെ ആവശ്യമില്ല. ചില ആളുകൾ വളരെ ഷോർട്ടായിട്ട് എഴുതും, അതുമല്ല. അതിൻ്റെ ഒരു മിഡിൽ വേർഷൻ ഉണ്ട്. അത് ജനറിക്കായിട്ട് പറയാൻ പറ്റില്ല. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച്, ആൻസറിൻ്റെ ഇതിനനുസരിച്ച്, മാർക്കിനനുസരിച്ചൊക്കെ മാറും. എന്നാലും ഒരു ചെറിയൊരു ഡെവലപ്മെൻറ്റോട് കൂടിയാണ് എന്ത് ചെയ്യുന്നുണ്ട് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ കണ്ട ഒരാളാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, ഈ ഒരു ഡെവലപ്മെൻറ്റാണ് എക്സാമിനർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് വരാം. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലോക്കൽ ടൈം എത്രയാണോ അത് ശ്രദ്ധിക്കണം. UK ലോക്കൽ ടൈം 11 മണിക്കാണ് എക്സാമിനേഷൻ തുടങ്ങുക. ഈ UK 11 മണി എന്ന് പറഞ്ഞാൽ അത് മാറാം. നിങ്ങളുടെ രാജ്യത്ത് ആ പെർട്ടിക്കുലർ മന്തിൽ ഏതാണ് ടൈം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ നോക്കേണ്ടതുണ്ട്. പിന്നെ ആൻസർ ടെംപ്ലേറ്റും ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന്. എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിലേക്കുള്ള ലിങ്ക് ഓൾറെഡി നിബോഷ് നിങ്ങൾക്ക് മെയിൽ അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് ഞാനിവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇതുവരെ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അപ്പോൾ ലിങ്ക് കിട്ടി അത് ഇതുവരെ ചെയ്യാത്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എനി ടൈം ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ വന്നാൽ എനി ടൈം നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടും പറ്റും. വളരെ ഈസിയാണ്. അല്ലെങ്കിൽ അത് ലോഗിൻ ചെയ്യുന്നില്ല, തന്ന പാസ്വേഡ് ലോഗിൻ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളത് ഈസി ആയിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്താൽ മതി. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഫയൽ നെയിം ആദ്യം റീനെയിം ചെയ്യണം. അപ്പോൾ ഒരു ആൻസർ ടെംപ്ലേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, സർനെയിം, ഫോർനെയിം, ലേണർ നമ്പർ, ലേണിംഗ് പാർട്ണർ നെയിം, ഈ ഒരു സീക്വൻസിൽ എന്ത് ചെയ്യുക, ഫയൽ നെയിം മാറ്റുക. ഫയൽ നെയിം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം IGC എഴുതുന്നവരൊക്കെ മെച്ചോർഡായിട്ടുള്ള ആളുകളാണ്, വർക്ക് പ്ലേസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, ഒരുപാട് സിറ്റുവേഷൻ ഡീൽ ചെയ്ത ആളുകളാണ്, പലപ്പോഴും ഇൻഡസ്ട്രിയൽ എക്സ്പോഷറൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളുകളാണ്, സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച്. എന്നാൽ പോലും ആ എക്സാമിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. ആ എക്സാം പ്രഷറിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ആ ഒരു പാനിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വരിക, ചിലപ്പം ലാപ്ടോപ്പിൽ എന്തെങ്കിലും പ്രശ്നമാകും, ചിലപ്പം വേർഡ് ക്രാഷ് ആകും. ഒന്നാമത് നമ്മൾ 24 മണിക്കൂർ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ
ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരിക്കും എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. എനർജി ലെവലൊക്കെ കുറവായിരിക്കും. നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ആയിരിക്കും എക്സാം അവസാനിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മൾ ഓർക്കില്ല, മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കാര്യം കൂടി പറയാം, നിങ്ങളിനി അങ്ങനെ മറന്നുപോയി ഫയൽ നെയിം മാറി എഴുതി, അതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളെ പോർട്ടലിൽ തന്നെയാണ്. അതുകൊണ്ട് മാർക്ക് നിങ്ങൾക്ക് അതുപോലെ തന്നെ വരും. പേപ്പർ മാറിപ്പോകുന്ന സിറ്റുവേഷനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ചില ആൾക്കാർ എക്സാം കഴിഞ്ഞ ഉടനെ എനിക്ക് മെസ്സേജ് ചെയ്യലുണ്ട്, ഞാൻ ഫയൽ നെയിം എഴുതിയപ്പോൾ അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയിപ്പോയി, നമ്പർ മാറിപ്പോയി. ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ശേഷം ഒരു കാൻഡിഡേറ്റ് മെസ്സേജ് ചെയ്തു, ഞാനൊരു 0 എഴുതാൻ മറന്നുപോയി. അതായത് ലേണർ നമ്പറിൻ്റെ മുമ്പ് 2 0 ഉണ്ടോ, അതിൽ 2 0 എഴുതാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും, നിങ്ങളൊരു ഫയൽ നെയിം എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങളുടെ എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പെർട്ടിക്കുലർ ലേണറുടെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ പേപ്പർ എത്തുക. അതുകൊണ്ട് മാർക്കൊക്കെ അതുപോലെ വരും. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കൺവെൻഷൻ, നെയിമിങ് കൺവെൻഷൻ എന്ന് വെച്ചാൽ, ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്ന് വെച്ചാൽ, ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു റെഫറൻസിന് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫോർമാറ്റ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അത് ഈ ഫ്യൂച്ചറിൽ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഇനി സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ, സിനാരിയോ ആണ് നമ്മുടെ മെയിൻ ഭാഗം. അതായത് ഞാൻ പറഞ്ഞു, ആൻസറൊക്കെ നമുക്ക് അറിയും. 70 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട് ആ ക്വസ്റ്റ്യനൊക്കെ അപ്രോച്ച് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആൻസർ നിങ്ങൾക്ക് അറിയും. പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്, സിനാരിയോ ആണ്. കാര്യം ആ സിനാരിയോയിലേക്കാണ് നിങ്ങളുടെ ഈ നോളജ് അപ്ലൈ ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ്സ് ഫെയിലായി പോകുന്നത് അവിടെയാണ്. ഇപ്പോൾ ഈ സിനാരിയോയിലേക്ക് റെലവൻ്റ് ആകുന്ന പോയിന്റുകൾ, നിങ്ങൾ 17 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പഠിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അതെന്ത് ചെയ്യണം, ഈ സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യണം. അതിന് സിനാരിയോ നന്നായിട്ട് വായിക്കണം. 3 തവണ സിനാരിയോ വായിക്കണം. 1-ാം തവണ വായിക്കുന്നു, 2-ാം തവണ വായിക്കുന്നു. 2-ാം തവണ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം, ടാസ്കുകൾ നോക്കാം. ടാസ്ക് വായിച്ചിട്ട് വീണ്ടും 3-ാം തവണ സിനാരിയോ തന്നെ വായിക്കുന്നു. ഇനി ആൻസർ എഴുതി തുടങ്ങുമ്പോൾ ഞാൻ ഇതൊന്നും ഒരു എവിടെയും നെബോഷിൻ്റെ ഒഫീഷ്യൽ ഗൈഡൻസിൽ പറയുന്ന കാര്യമല്ല. ബട്ട് ഐ പേഴ്സണലി റെക്കമെൻഡ് നിങ്ങൾ ഒരു ഏരിയൽ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് സൈസ് 12 ഫോളോ ചെയ്യാം. കാര്യം അത് ഈസി ആയിരിക്കും എക്സാമിനർക്ക് വായിക്കാൻ. അതേപോലെ തന്നെ അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റിലേറ്റീവ്ലി ഈസി ആവും എക്സാമിനറുടെ ജോബ്. പിന്നെ റെഗുലർലി സേവ് ചെയ്യുക നിങ്ങളുടെ ഫയലും. അതൊരു പ്രശ്നം കാൻഡിഡേറ്റിന് പറ്റുന്നത്, ഇപ്പോൾ സാധാരണ വേർഡൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ്, വേറെ ആരുടെയെങ്കിലൊക്കെ ഡിവൈസ് വാങ്ങിയിട്ടാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്നില്ല, ഒരുപാട് കാലത്തിന് ശേഷം പൊടിയട്ടെടുത്ത ലാപ്ടോപ്പാണ്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ, അപ്പോൾ എപ്പോഴാണ് നമ്മുടെ സമയം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭാഗ്യക്കേട് കൊണ്ട് ലാപ്ടോപ്പ് കേടാവുന്നത് അന്നത്തെ ദിവസമായിരിക്കും, എക്സാമിന് ദിവസം. ഇത് ഞാനെന്ന് ഈ കഥ പറയല്ല, സംഭവിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ്സിന് പലതവണ. എന്ന് വെച്ചാൽ 24 hours ഇങ്ങനെ റണ്ണാവാണ് ലാപ്ടോപ്പ്. ഓക്കെ, 24 ഇല്ലെങ്കിലും അറൗണ്ട് 20 hours റണ്ണാവുമ്പോൾ തന്നെ ഒരു പക്ഷേ ഇതെന്താവും, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ബിഹേവ് ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് സേവ് ചെയ്യുക. എവിടെയെങ്കിലേക്ക് ഒരു ബാക്കപ്പ് ഇടാൻ പറ്റുമെങ്കിൽ, ഒരു 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ആൻസർ എഴുതി കഴിഞ്ഞാൽ എവിടെയെങ്കിലേക്ക് ഒരു ബാക്കപ്പ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കപ്പ് ചെയ്യാം. വാട്സപ്പിലേക്ക് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യുക. എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻ കേസ് വേസ്റ്റ് കേസ് സിനാരിയോയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ഫയല് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പെർമിറ്റ് ചെയ്ത വേർഡ് എന്ന് പറഞ്ഞാൽ 3300 വേർഡ്സ് ആണ്. അത് മറന്നു പോകരുത്. ഇനി ആൻസർ എപ്പോഴും കൺസൈസ് ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. എല്ലാ ആൻസറും ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എക്സാമിനറുടെ കയ്യിൽ ആൻസർ സ്കീം ഉണ്ടായിരിക്കും, അതായത് ആൻസർ പ്ലാനിങ്. അങ്ങനെ പറഞ്ഞാൽ ഈ എക്സാമിനർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് IG1 എക്സാമിനേഴ്സ് ഉണ്ട്.
IG1 എക്സാം കഴിഞ്ഞാൽ നബോഷ് എന്ത് ചെയ്യും, ഈ നിങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ആൻസർ പേപ്പേഴ്സ് ഓരോ എക്സാമിനേഴ്സിന് അയച്ചു കൊടുക്കും. ഓക്കെ, ഒരു പക്ഷേ ഒരു 50 പേപ്പറൊക്കെ ഓരോ എക്സാമിനേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അവരൊരു ആൻസർ പ്ലാനും അയച്ചു കൊടുക്കും. ആൻസർ പ്ലാനിലാണ് എന്ത്, നിങ്ങൾ ഇതുപോലത്തെ ആൻസർ നിങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ആൻസർ പ്ലാനിൽ ഉള്ള ഒരു ഐ വുഡ് സേ ഒരു ടെക്നിക്കൽ ടേം, ആ ടേം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. ചിലപ്പോൾ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ആൻസർ പ്ലാൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ, വലിയ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. കാര്യം പല ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു കോർ ഐഡിയ അവിടെ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആൻസർ പ്ലാനിൽ ഉണ്ടാകാൻ പോകുന്ന പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകളൊക്കെ നന്നായിട്ട് അറിയണം. എന്നിട്ട് ഒരു മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞൊരു 50 പേപ്പറൊക്കെ ഒരു എക്സാമിനർ നോക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിനർ കഷ്ടപ്പെട്ട് നിങ്ങളുടെ പേപ്പർ ഇങ്ങനെ എന്താ പറയുക, വളരെ തലനാരിഴക്ക് പരിശോധിക്കൊന്നുമില്ല. അയാൾ കണ്ടാൽ നിങ്ങൾക്ക് മാർക്ക് ഇടും, അല്ലെങ്കിൽ മാർക്ക് ഇടില്ല. അപ്പോൾ അത് ജസ്റ്റിസ് ആണെന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ വന്നാൽ അത് ഇൻജസ്റ്റിസ് ആണ്. അതിലൊന്നും ജസ്റ്റിസ് ഇല്ല. അതിലൊക്കെ അതിൻ്റെ എത്തിക്സൊക്കെ ചോദിച്ചാൽ അതൊക്കെ വേറെ വലിയ കഥ. പക്ഷേ നമുക്കെന്താ വെച്ചാൽ, ഇപ്പോൾ എക്സാമിനർ മാർക്ക് കിട്ടിയില്ല, നമുക്ക് കൂടുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് റിവാലുവേഷന് പോകാം. റിവാലുവേഷന് പോകാൻ വേറെ പൗണ്ട് അടക്കണം, എന്നാലും നിങ്ങൾക്ക് റിവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. റിവാലുവേഷന് പോയാലും മാർക്ക് ഇടാത്ത വലിയൊരു, അതായത് കറക്റ്റ് മാച്ച് ചെയ്ത് ആൻസർ പ്ലാനുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്ത് മാർക്ക് ഇടാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നെക്സ്റ്റ് എക്സാമിനർ എന്ത് ചെയ്യും, മാർക്ക് ഇടും. പക്ഷേ നിങ്ങളുടെ ടൈം പോവും. അപ്പോൾ ആ ടൈമിനൊന്നും ആരും കോമ്പൻസേഷൻ തരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എക്സാമിനർ ജോബ് ഈസിയാക്കാം. എക്സാമിനർ നിങ്ങളുടെ ഒരു പോയിൻറ്റും മിസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കാം. അപ്പോൾ അത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഒക്കെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതാം. ചില ആളുകൾ അവരുടെ ഇംഗ്ലീഷ് സ്കില്ലൊക്കെ ഈ ആൻസർ പേപ്പറിൽ എടുക്കാൻ ശ്രമിക്കും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഫാൻസി ഇംഗ്ലീഷ് എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നാമത് എക്സാമിനർക്ക് അത് മനസ്സിലായിരിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം നിങ്ങൾ കൺവേ ചെയ്യണം. അതാണ് ഒരു സേഫ്റ്റി പ്രൊഫഷണലിൻ്റെ ഡ്യൂട്ടി. നിങ്ങൾ ഏത് ലെവൽ ഓഫ് ആളുകൾക്കും വളരെ ഈസി ആയിട്ട് റിട്ടൺ ഇംഗ്ലീഷ് ആണെങ്കിൽ റിട്ടൺ ആയിട്ടാണെങ്കിലും വെർബലായിട്ടാണെങ്കിലും ആ കാര്യം കൺവേ ചെയ്യണം. നിങ്ങളൊരു വർക്ക് പ്ലേസിൽ നിങ്ങളുടെ റോളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. അതുതന്നെയാണ് ഇവിടെ എക്സാമിനറുടെ കേസിലും. എക്സാമിനർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് എഴുതണം. ബുള്ളറ്റ് പോയിൻ്റ് ആക്കി എഴുതുമ്പോൾ ഇപ്പോൾ ഒരു ലൈന് മതിയാകും. ചില ആൻസറിന് ഒരു ലൈന് മതി, ചില ആൻസറിന് ചിലപ്പോൾ 1.5 ലൈന് വേണ്ടി വരും, ചില ആൻസറിന് 2 ലൈന് വേണ്ടി വരും, ചില ആൻസറിന് ചിലപ്പോൾ 2 വേർഡ് മതിയായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ്സ്. പക്ഷേ നിങ്ങളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ആൻസർ പ്ലാനിൽ വരാൻ പറയുന്ന ഈ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ വേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീവേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ബോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനത് ആൻസർ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാം. അതേപോലെ തന്നെ ഒരു ആൻസർ കഴിഞ്ഞ് ഒരു സ്പേസ് വിട്ട് അടുത്ത ആൻസർ എഴുതുക. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നാൽ ഓക്കെ, എക്സാമിനർക്ക് മനസ്സിലായി ഇത് 2 പോയിൻ്റാണ്. അപ്പോൾ 2 പോയിൻ്റ് ആയതുകൊണ്ട് അയാൾക്ക് നിർബന്ധമായിട്ട് 2 മാർക്ക് ഇടേണ്ടി വരും. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരേപോലെ തോന്നും. ഓക്കെ, പക്ഷെ അത് ഒരേ കാര്യങ്ങളല്ല. ഒരേ കാര്യങ്ങളാണെന്ന് ചില ആളുകൾ വാദിക്കുകയാണെങ്കിൽ അയാൾക്ക് വാദിക്കാം, അയാൾ ജയിക്കും. പക്ഷെ നമുക്കിവിടെ വാദപ്രതിവാദമല്ല, നമുക്ക് വേണ്ട എന്താ, മാർക്കാം. അപ്പോൾ ആൻസർ പ്ലാൻ അനുസരിച്ച് അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് നമുക്ക് ഒരുപോലെയാണെന്ന് തോന്നുന്ന ചില ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. അത് ഡിഫറെൻറ്റ് പോയിൻ്റ് ആക്കി തന്നെ എഴുതുക. അത് റിപ്പീറ്റേഷൻ അല്ല, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൻസേഴ്സ് അല്ല. പകരം എന്താ, അത് ഡിഫറെൻറ്റ് പോയിൻ്റുകളാണ്. പക്ഷെ അത് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് കീവേഡ്സുകൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യണം, അത് എഴുതണം. ചില സാഹചര്യങ്ങളുണ്ട്, ഞാനത് ആൻസർ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. പിന്നെ
ടോട്ടൽ വേർഡ് കൗണ്ട് എഴുതണം. ഏറ്റവും അവസാനം മാത്രം വേർഡ് കൗണ്ട് എഴുതിയാൽ മതി. എല്ലാ സ്ഥലത്തും വേർഡ് കൗണ്ട് എഴുതണ്ട. ടോട്ടൽ ഞാൻ പറഞ്ഞു 3300 വേർഡാണ് ലിമിറ്റ്. അതായത് 3000 ആണ് 10% ടോളറൻസോട് കൂടി 3300. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതരുത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 3000-ൻ്റെയും 3300-ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ വേർഡ് ഉണ്ടായിരിക്കേണ്ടത്. കാര്യം അതാണ് ഒരു പവർഫുൾ ആൻസറിൻ്റെ വേർഡ് കൗണ്ട് നോർമലി വരിക. പിന്നെ നിങ്ങൾ ആൻസർ 24 മണിക്കൂറാണ് സമയം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ആൻസർ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഡിലേ വരരുത്. ഒരു 1 അവർ മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സെഷൻ്റെ പ്രധാനപ്പെട്ടൊരു ഉദ്ദേശം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നല്ല ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പ്രധാനപ്പെട്ട ഉദ്ദേശം ജനുവരി 2024 നടന്ന 33ാമത്തെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നായിരുന്നു. സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുക ഒരുപാട് വലിയ സിനാരിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് ടൈം നിങ്ങളിത് കളയുന്നില്ല. പകരം സിനാരിയോയുടെ ഒരു ഇതിവൃത്തം ഞാൻ പെട്ടെന്ന് പറയാം, വളരെ പെട്ടെന്ന്. ഒരു വലിയ എയർപോർട്ടാണ് സിനാരിയോ പറയുന്നത്. എയർപോർട്ടിൽ കാർഗോസ് അല്ലെങ്കിൽ ബാഗേജുകൾ ഡീൽ ചെയ്യുന്ന ഒരു സെഷനെ കുറിച്ചാണ് സിനാരിയോ ഡിസ്കസ് ചെയ്യുന്നത്. വലിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ 100,000 ബാഗ്സ് ഡെയിലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. ഈ എയർപോർട്ടിനെ 3 സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. സോൺ 1, സോൺ 2 ആൻഡ് സോൺ 3. ഇവിടെ ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഉണ്ട്. അവിടെ ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് എയർക്രാഫ്റ്റ് ലോഡിംഗ് ഏജൻസികളുണ്ട്. അവരെ ALA എന്നാണ് പറയുന്നത്. ഞാൻ സിനാരിയോ സ്ക്രീനിൽ കാണിക്കുന്നില്ല ചില കാരണങ്ങളെ കൊണ്ട്. പകരം ഞാൻ ഈ ചിത്രം കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താം, സിനാരിയോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് അവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സിനാരിയോയിൽ. ഇപ്പോൾ ഇവിടെ വർക്കേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺവെയർ സിസ്റ്റം ഉണ്ട്. ഈ ബെൽറ്റ് കൺവെയറിൽ നിന്ന് ബാഗേജുകൾ എടുക്കും. ഓരോ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ നിന്നാണ് ഈ ALA-മാർ, എയർക്രാഫ്റ്റ് ലോഡിംഗ് ഏജൻറ്റുമാർ അത് പിക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു എന്തിലേക്ക് മാറ്റുന്നുണ്ട്, ഒരു കാർട്ടിലേക്ക് മാറ്റുന്നു. കാർട്ടിലേക്ക് മാറ്റിയിട്ട് ഒരു ടോ ട്രക്കിലേക്ക് അത് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് എവിടെയാണോ കൊണ്ടുപോയി ഡെലിവർ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഡെലിവർ ചെയ്യുന്നു ടെർമിനലിൽ. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ ലോഡിംഗ് ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആകെപ്പാടെ ഒരു പെട്ടെന്ന് ചുരുങ്ങിയ വാക്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. അവിടുത്തെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പെഡസ്ട്രിയനും അതേപോലെ തന്നെ വെഹിക്കിൾ മൂവ്മെൻ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടെ സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്, അവിടെ മാർക്കിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഞാൻ ഈ ചിത്രം ഒരു AI ഉപയോഗിച്ചുണ്ടാക്കിയാണ്. കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും ചെറിയൊരു ഐഡിയ കിട്ടാൻ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഒരു ചിത്രം എന്ന് മാത്രം. എന്നിട്ട് ഒരു കോൺട്രാക്ടർ വന്ന് ബെൽറ്റ് കൺവെയറിൽ മെയിൻ്റനൻസ് ആക്ടിവിറ്റി ചെയ്യുന്നൊരു കേസ് പറയുന്നുണ്ട്. പക്ഷെ കോൺട്രാക്ടർക്ക് അവിടെ ആവശ്യത്തിനുള്ള ഒരു അറേഞ്ച്മെൻറ്റുകൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഈ കോൺട്രാക്ടർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ എലമെൻറ്റിൽ ലാസ്റ്റ് ഒബ്ജക്റ്റീവ്, ലേണിംഗ് ഒബ്ജക്റ്റീവിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റാണ്. അവിടെ കോൺട്രാക്ടറെ മാനേജ് ചെയ്യാൻ നല്ല പ്ലാനിങ് വേണം ആക്ടിവിറ്റിക്ക്. അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കോർഡിനേഷൻ നല്ല രീതിയിൽ വേണം. അവിടെ ചേഞ്ചുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അറേഞ്ച്മെൻറ്റുകൾ എടുക്കണം. ഇതൊക്കെ പറയുന്നുണ്ട്. റിസ്ക് അസസ്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് നടത്തിയിരിക്കണം എന്നൊക്കെ. പക്ഷേ ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെ ആക്ടിവിറ്റി കോൺട്രാക്ടർ വന്നത്. മാത്രമല്ല അവിടെ കുറേ അവിടെ നിലവിലുള്ള ഒരു പിയർ ഗ്രൂപ്പ് പ്രഷറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ കാലം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത്
അവരുടെ ഇടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ചില ആളുകളുടെ മുകളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. അവരാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പം ആ ഇപ്പം ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് പുതിയൊരാൾ ജോയിൻ ചെയ്യുമ്പോൾ, ഇപ്പം പുതിയൊരു വർക്കർ ജോയിൻ ചെയ്യാണ്, അപ്പം അയാൾക്ക് സ്വാഭാവികമായിട്ടും അവിടെയുള്ള നോംസുകൾ ഫോളോ ചെയ്യേണ്ടി വരും. നോംസുകൾ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ, അത് ഫോളോ ചെയ്യേണ്ടി വരും. അത് ഒരു പക്ഷേ പോസിറ്റീവായിട്ടുള്ള നോംസുകളായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. അതായത് സേഫായിട്ടോ അൺസേഫായിട്ടോ ഉള്ള ആളായിരിക്കും. പക്ഷേ ഒരു മിക്കവാറും കേസിൽ, ഇപ്പോൾ ഈ കേസിൽ എന്താണ്, നെഗറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയറാണ്. അപ്പോൾ അത് ഇവിടെ ഈ പുതിയൊരു വരുന്ന ആൾക്കും എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നിർബന്ധിതമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതിനാണ് പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയാം. ആ പിയർ ഗ്രൂപ്പ് പ്രഷർ ഇവിടെ അൺസേഫ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വർക്കർ, അതെ വർക്കർ സി ആണെന്നാണ് എൻ്റെ ഓർമ്മ. വർക്കർ സിയുടെ ഒരു ബിഹേവിയർ, ഓക്കെ ഞാൻ പറഞ്ഞ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈവിലിരിക്കുന്നവർക്ക് തിരുത്താം. വർക്കർ സി എന്തെല്ലാം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, പക്ഷേ അയാളുടെ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അപ്പോൾ അയാൾ വർക്കർ ബി പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. അയാളുടെ മുകളിൽ ഒരുപാട് പ്രഷർ ചെലുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് സിനാരിയോയിൽ വേശേഷം പറയുന്നത്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, സിനാരിയോയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് വൈറ്റ് ബോർഡിൽ കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്: കമൻറ്റ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് പിയേഴ്സ് ഇൻ സോൺ 3. ആരാ അനോട്ടേഷൻ ഉപയോഗിക്കുന്നത്? പ്ലീസ് ഉപയോഗിക്കാതെ. സോൺ 3 that may have negatively affected the health and safety culture. 14 മാർക്കിനാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചോദ്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണിത്. മുമ്പ് ഇതുപോലത്തെ പിയർ ഗ്രൂപ്പിൻ്റെ ചോദ്യം ചോദിച്ചെന്നാണെങ്കിലും എക്സാക്ട്ലി ഈ ചോദ്യം ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പം ഇങ്ങനൊരു ചോദ്യം ഞാൻ സിനാരിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക? നിങ്ങൾ പറ. നിങ്ങളുടെ ഒരു വാല്യുബിൾ ഇൻപുട്ട് ഇതിലേക്ക് ആവശ്യമുണ്ട്. ചോദ്യം ഇതാണ്: കമൻറ്റ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് പിയേഴ്സ് ഇൻ സോൺ 3 that may have negatively affected the health and safety culture. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. Maybe the morale of the newcomer goes down. Yeah. അതൊരു നല്ല പോയിൻ്റാണ്. ദ മൊറാലിറ്റി ഓഫ് ദ ന്യൂ പീപ്പിൾ ഓർ ദ ന്യൂ ജോയിനേഴ്സ് മൈറ്റ് ബി ഗെറ്റ് ഡൗൺ. നല്ലൊരു പോയിൻ്റാണ്. പിന്നെ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ആൻസർ തുടങ്ങുക? എങ്ങനെ ആയിരിക്കും ആൻസർ തുടങ്ങുക?
ആൻസർ എങ്ങനെ തുടങ്ങും നിങ്ങൾ? ഈ ചോദ്യത്തിൻ്റെ കീവേഡ് ശ്രദ്ധിച്ചോ? കമൻ്റ് എന്നാ ചോദ്യം. ഈ കമൻ്റ് എന്നുള്ള ചോദ്യം വന്നാൽ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും? നോ ഐഡിയ. ഓക്കെ, ഒരു കാര്യം എന്ന് വെച്ചാൽ കമൻ്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല ഈ കേസിലല്ല, നോർമൽ കേസിൽ കമൻ്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എഴുതാനായിട്ട് പറ്റും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം, അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എഴുതാം. ആ ക്വസ്റ്റ്യൻ പോയി. അതേസമയം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് എഴുതാനുള്ളത്. നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാനായിട്ട് പറ്റൂ, പോസിറ്റീവായിട്ടുള്ള കാര്യം എഴുതാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് പിയർ ഗ്രൂപ്പ്, അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ, ആ ഒരു ടേം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളെ ആൻസർ പ്ലാനിൽ എന്തായാലും അത് ഉണ്ടാകും. അപ്പോൾ ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതൊന്നും സിനാരിയോയിൽ പറയുന്നില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ പഠിച്ച കാര്യങ്ങളാണ്, അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും. പിന്നെ സിനാരിയോയിൽ പറയുന്ന കുറച്ച് ഇൻസിഡൻസുകളുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ ഡിസ്കഷനിൽ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അൺഒഫീഷ്യൽ ഹൈറാർക്കി ഫോം ചെയ്തിട്ടുണ്ട്. ഈ അൺഒഫീഷ്യൽ ഹൈറാർക്കിയിൽ വർക്കർ ബി ആണ് എന്ത് ചെയ്യുന്നത്, വർക്കർ സി, അയാളാണ് അവിടുത്തെ ഒരു ഡെപ്യൂട്ടി സൂപ്പർവൈസറായിട്ട് ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ അവിടുത്തെ ഓരോ സോണിലെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൂപ്പർവൈസർ ഈ പർട്ടിക്കുലർ സോണിലെ കൺട്രോൾ കൊടുത്തത് ഈ വർക്കർ സിക്കാണ്. അതുകൊണ്ട് തന്നെ വർക്കർ സി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളൊന്നും അറിവില്ലാത്ത ഒരാളാണ്. അയാൾ വളരെ കെയർലെസ് ആയിട്ടാണ് ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ അവിടുത്തെ പിയർ ഗ്രൂപ്പ് പ്രഷർ സേഫ്റ്റി കൾച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്ക് എന്താവുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. അതേപോലെ തന്നെ സേഫ്റ്റി കൾച്ചർ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡിലേക്ക് കൊണ്ടുവരണം. 3.1 ഒരുപാട് പോയിൻറ്സുകളുണ്ട്, 3.2 ഒരുപാട് പോയിന്റ്. 3.1 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എലമെൻറ്റിൽ ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, 3.2 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എലമെൻറ്റിൽ രണ്ടാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മളെ ഇമാജിനേഷനൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കൺക്ലൂഷനിലെത്തണം. അത് തന്നെയാണ് ഈ എക്സാമിൻ്റെ ഉദ്ദേശം. നിങ്ങളൊരു റിയൽ വർക്ക് പ്ലേസിലേക്ക് പോകുമ്പോൾ ആ റിയൽ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ ഇതേപോലെ തന്നെ അനലിറ്റിക്കൽ സ്കില്ലൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, ഞാനതിൻ്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ സിനാരിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും പോകാൻ കഴിയുന്നില്ല. സിനാരിയോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് പക്ഷേ ഒരു 3/4 മണിക്കൂർ ഇനി അധികം ടൈം എടുക്കും. അതുകൊണ്ട് വീഡിയോ ഒരുപാട് ലോങ് ആവും. സോ ഞാനതിൻ്റെ ആൻസറിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനും സിനാരിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് യു ദ ഡീറ്റെയിൽസ്. ഓക്കെ, ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഇതിൻ്റെ ആൻസർ എഴുതുന്ന ഒരു രീതി. ഓക്കെ, ഇവിടെ ചെറിയൊരു ഡീറ്റെയിൽസോട് കൂടിയാണ്
അല്ലെങ്കിൽ ഞാൻ ഈ ആൻസർ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവിലിരിക്കുന്നവർ കാണിച്ചു തരാം. ഒരു പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, യൂട്യൂബ് വീഡിയോസിന് വേറെ ആൻസേഴ്സ് കാണിച്ചു കൊടുക്കാം. ചില പ്രത്യേക കാരണം കൊണ്ട് എന്ത് ചെയ്യില്ല, എനിക്ക് ആൻസർ പബ്ലിക്കലി ഷോ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാം, ശേഷം ഈ ലൈവിലിരിക്കുന്നവർക്ക് എന്തായാലും കാണിച്ചു തരാം. എന്തായാലും താങ്ക് യു ഈ വീഡിയോ ഓൺലൈനിൽ കാണുന്നവർക്ക്. പിന്നെ സോറി, ഡീറ്റെയിൽ ആയിട്ടുള്ള എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് ചില നവോഷിൻ്റെ സൈഡിൽ നിന്ന് റെസ്ട്രിക്ഷൻ കാരണമാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. അതേസമയം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.